Okay, next one we are going to discuss the importance of bryophytes. So bryophytes-ന് മെയിനായിട്ട് നമ്മൾ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ്, നമ്മൾ ആൽഗയ്ക്ക് കുറേ ഇമ്പോർട്ടൻസ് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ബ്രയോഫൈറ്റ്സിലും എന്താണ് മെയിനായിട്ട് നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. സോ some mosses they provide food for herbaceous mammals, birds etc. So mammals, birdsനൊക്കെ ഹെർബിവോസ് ആയിട്ടുള്ള മാമൽസിനും ബേർഡ്സിനൊക്കെ ഫുഡായിട്ട് ചില മോസസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സം മോസസ് they provide food for herbivores. Then second one, species of sphagnum. Okay, sphagnum is a moss. This one is sphagnum. It is a moss. So this sphagnum it forms a substance known as peat. Peat means the accumulation of this organic matter of this mosses will accumulate and it will form certain structure. Okay, certain brown colored structures known as peat. പീറ്റ് നമ്മളിങ്ങനെ കാണുന്നതിലും ഇങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിറകൊക്കെ പോലെ ഇരിക്കും. അതായത് ബ്രൗൺ കളേർഡിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്, ഇതിപ്പോൾ ഒരു പൗഡേർഡ് ഫിഗറാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, പീറ്റ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം ചെറിയ ചെറിയ പീസസ്, അതായത് വിറകൊക്കെ വച്ചേക്കുന്ന പോലത്തെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇത് ഫോം ചെയ്യും. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഫ്യൂവൽ. ഓക്കെ, വിറകൊക്കെ കത്തിക്കുന്ന പോലെ ഇത് കത്തിക്കാൻ പറ്റും, ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം. ദെൻ ഇറ്റ് ഹാസ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് പാക്കിംഗ് മെറ്റീരിയൽ ഫോർ ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് ലിവിങ് മെറ്റീരിയൽസ്. സോ ലിവിങ് മെറ്റീരിയൽസ് ഒക്കെ, ഓക്കെ, ലിവിങ് ഓർഗാൻസ് അതുപോലെ തന്നെ ടിഷ്യൂസൊക്കെ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കാണാറില്ലേ, ഓർഗാൻസൊക്കെ ലിവിങ് ഫോമിൽ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഹോസ്പിറ്റൽസിലേക്കൊക്കെ ഓർഗാൻ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാം. സോ ഫോർ ദാറ്റ് പർപ്പസ് ദിസ് പീറ്റ് ക്യാൻ ബി യൂസ്ഡ് ബിക്കോസ് ഇറ്റ് ഹാസ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് പാക്കിംഗ് മെറ്റീരിയൽ ഫോർ ലിവിങ് മെറ്റീരിയൽസ്. ലിവിങ് മെറ്റീരിയൽസിന് ഒരു പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യും ദിസ് പീറ്റ്. ഓക്കെ, സോ വിച്ച് മോസ് പ്രൊഡ്യൂസസ് ദിസ് പീറ്റ്? ദാറ്റ് ഈസ് ദ സ്പീഷീസ് ഓഫ് സ്ഫാഗ്നം. ഓക്കെ, ദ സ്പീഷീസ് ഓഫ് സ്ഫാഗ്നം വിച്ച് ഈസ് എ മോസ്. ഈ കാണിച്ചിരിക്കുന്നതാണ് സ്ഫാഗ്നം. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് peat and this peat is used as a fuel and this peat has got water holding capacity which makes it a suitable packing material for the shipment of living materials. ഓർഗാൻസിനൊക്കെ അതിൻ്റെ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് ഇമ്പോർട്ടൻസ് ഈസ് ദാറ്റ് ദിസ് മോസസ്, ഓക്കെ, ഓർ ദ ബ്രയോഫൈറ്റ്സ്, ദ ബ്രയോഫൈറ്റ്സിൽ മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞു മോസസ്. സോ ദിസ് മോസസ് ആർ ദ ഫസ്റ്റ് ഫോംഡ് പ്ലാന്റ്സ് ഡ്യൂറിങ് പ്രൈമറി സക്സഷൻ. ഓക്കെ, പ്രൈമറി സക്സഷൻ മീൻസ്, അതായത് ഇപ്പം നമ്മൾ ഒരു പുതിയ സ്ഥലത്ത്, ഓക്കെ, സപ്പോസ് നിങ്ങൾക്കറിയാലോ ലാവയൊക്കെ ഫോം ചെയ്ത്, ഓക്കെ, റോക്സ്, ഒരു വോൾക്കാനിക് ഇറപ്ഷനൊക്കെ നടന്നിട്ട് ലാവയൊക്കെ ഫോം ചെയ്ത് അതിൽ നിന്ന് പുതിയ റോക്സ് ഫോം ചെയ്യും. ഓക്കെ, ലാവയൊക്കെ കണ്ടൻസ് ചെയ്തിട്ട് റോക്സ് വിൽ ബി ഫോംഡ്. സോ first when the rocks are formed, after some time in the rocks life begins to originate. So the first form of life that originate in new rocks are mosses. ഓക്കെ, സോ മോസസ് ആണ് ആദ്യമായിട്ട് അവിടെ, മോസസ് ലൈക്കൻസ് ആണ് ഫസ്റ്റ് ഫോം ചെയ്യുന്നത്, ദെൻ ഫോം ചെയ്യുന്നത് മോസസ് ആണ്. ഓക്കെ, ആദ്യം ഒരു റോക്ക് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈക്കൻസ് ഫോം ചെയ്യും, ദെൻ മോസസ് വിൽ ബി ഫോംഡ്. സോ ദിസ് മോസസ് ടുഗദർ വിത്ത് ദ ലൈക്കൻസ് ദേ വിൽ ഡീകമ്പോസ് ദ റോക്സ് ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്സ്. അപ്പോൾ ആദ്യം ലൈക്കൻസും മോസസും ഒക്കെയാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഒരു പുതിയ റോക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനാണ് നമ്മൾ സക്സഷൻ എന്ന് പറയുന്നത്, പ്ലാൻ സക്സഷൻ. ദാറ്റ് ഈസ് ഫസ്റ്റ് ഒരു റോക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആദ്യം എന്ത് ഫോം ചെയ്യും? ലൈക്കൻസ് ഫോം ചെയ്യും, ദെൻ മോസസ് ഒക്കെ ഫോം ചെയ്യും, ദെൻ ദീസ് വിൽ ഡീകമ്പോസ് ദ റോക്സ്. ഓക്കെ, റോക്സിനെ ഡീകമ്പോസ് ചെയ്ത് അതിൽ നിന്ന് മിനറൽസ് ഒക്കെ റിലീസ് ചെയ്യും. ദസ് it will be easy for the higher plants to grow in this part.
അപ്പോൾ റോക്സിൽ ചാടി കയറി ആദ്യം ഹയർ പ്ലാന്റ്സ് ഒന്നും ഗ്രോ ചെയ്യില്ല. ഇവർ മോസസും ലൈക്കൻസും ഒക്കെ ആദ്യം റോക്സിനെ ഡീകമ്പോസ് ചെയ്യും. ദെൻ ന്യൂ പ്ലാന്റ്സ് വിൽ ബി ഫോംഡ്. അങ്ങനെ അൾട്ടിമേറ്റ് ആയിട്ട് ദാറ്റ് വിൽ ലീഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ഫോറസ്റ്റ്. ഫസ്റ്റ് ഇവരൊക്കെ ഫോം ചെയ്യും, ദെൻ ചെറിയ പ്ലാന്റ്സ്, ദെൻ വലിയ ട്രീസ്. അൾട്ടിമേറ്റ്ലി ദിസ് റോക്ക് വിൽ ഫോം എ ഫോറസ്റ്റ്. ആ റോക്കിൻ്റെ മുകളിലൊരു ഫോറസ്റ്റ്, ഒരു ന്യൂ ഫോറസ്റ്റ് തന്നെ ഫോം ചെയ്യും. പക്ഷേ ഈ സക്സഷൻ എന്ന് പറയുന്നത് ഒരു ഫൈൻ മോർണിംഗ് അങ്ങനെ ഉണ്ടാവുന്നൊരു പ്രോസസ്സല്ല കേട്ടോ, ഒരു സുപ്രഭാതത്തിൽ ഫോം ചെയ്യുന്നൊരു പ്രോസസ്സല്ല. ഇത് ടൈം എടുത്ത്, ഒരുപാട് വർഷങ്ങളുടെ ടൈം എടുത്ത് മാത്രം ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ദാറ്റ് ഇസ് പ്ലാന്റ് സക്സഷൻ. Okay, so in case of plant succession, the first formed organisms are mosses together with lichens. Then they will decompose rocks, and that will help in the formation or growth of new plants. So they are ecologically important because of their role in plant succession or on bare rocks or soil. Bare rocks-ലും അതുപോലെ തന്നെ ഫസ്റ്റ് ഫോം ചെയ്യുന്ന സോയിലിലും ഒക്കെ ആദ്യം ഇവർ ഫോം ചെയ്തിട്ട് then they will help to decompose the rocks and soil, thus help in the formation of new plants. Okay, thus help in the growth of new plants there. The fourth importance is that these mosses, പായൽ, നമ്മൾ പറഞ്ഞല്ലോ പായൽ, mosses, they will form mat-like structures in the soil. ഇവർ മാറ്റ് പോലെ, നമ്മൾ ഒരു മാറ്റ് വിരിക്കുന്ന പോലെ they will form mat-like structures in the soil. Thus they will prevent soil erosion. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ സോയിലിൻ്റെ മുകളിലൊക്കെ, നമ്മൾ മഴക്കാലമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കാണാം സോയിലിൻ്റെ മുകളിൽ ഇങ്ങനെ മോസസ് പായലിങ്ങനെ കട്ടിക്കിരിക്കുന്നത് കാണാം. ഓക്കെ, അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ദാറ്റ് വിൽ പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. മണ്ണ് അവിടെ നിന്ന് ഒലിച്ചു പോവാതെ സോയിൽ ഇറോഷൻ ഇവർ പ്രിവെൻറ്റ് ചെയ്യും. Okay, so mosses will form mats, dense mat on the soil, and thus they will prevent soil erosion. So these are the four main importance of bryophytes. First one, they act as food for herbivores. Then second one, peat. Peat is formed from the species of moss, sphagnum, and peat is used as a fuel and also as a packing material. Then third one, mosses are ecologically important because they have a role in plant succession. Fourth one, mosses form dense mats on the soil and thus prevent soil erosion. Okay, next one, types of bryophytes. Bryophytes are mainly divided into two groups. First one we have already said, mosses, പായൽ എന്ന് പറയുന്ന ഗ്രൂപ്പ്, and second one, liverworts. So bryophytes are divided into two groups, liverworts and mosses. So we will discuss them, liverworts and mosses, we will discuss in our next class.